പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ നമുക്ക് ചേർന്ന് വരുവാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുണ കാണിച്ച് ആയുസ്സിനെ ആരോഗ്യത്തെയും ദീർഘിപ്പിച്ച് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തന്ന് അയോഗ്യരായ നമ്മളെ യോഗ്യരാക്കി, അശക്തരായ നമ്മളെ ശക്തരാക്കി ബലം പകർന്നു തന്ന് നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ദൈവത്തിന് കൃപ തോന്നിയതോർത്ത് ദൈവകൃപയ്ക്ക് എല്ലാ മാനവും മഹത്വവും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ആധാരമായി ദാനിയേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ദാനിയേൽ, ദ പ്രോഫറ്റ് ദാനിയേൽ ബുക്സ്, chapter 2 verse 47. നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. ദാനിയേൽ പ്രവചനം 2-ന്റെ-47-ാമത്തെ വാക്കാണ് വായിച്ചു കേട്ടത്. ഒന്നുകൂടി ഇത് വായിക്കാം. നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആര് പറഞ്ഞതാണെന്നൊരു ഡൗട്ട് ഉണ്ടായാൽ പോലും ആരോട് പറഞ്ഞതാണെന്ന് വേഗത്തിലറിയാം. ദാനിയേലിനോട് പറഞ്ഞ വാചകമാണ്. രഹസ്യം വെളിപ്പെടുത്തുന്ന, സ്വപ്നം നിർണയിച്ച് വ്യാഖ്യാനിക്കുന്നു. വേഗത്തിലറിയാം ഇന്നുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ശക്തനായ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവിൻ്റെ ആ സ്വപ്നത്തിന് ദാനിയേല് വ്യാഖ്യാനം കൊടുത്തപ്പോൾ ദാനിയേലിനോട് നെബൂഖദ്നേസർ എന്ന ചക്രവർത്തി പറഞ്ഞ വാക്കുകളാണ് വായിച്ചു കേട്ടത്. ആ വാക്കുകൾക്കകത്ത് 2-ാം അധ്യായത്തിൽ 47-ാം വാക്യം, ആ സംഭവം നമുക്കറിയാം. രാജാവ് കണ്ട സ്വപ്നവും അർത്ഥവും പറയാൻ തക്കവണ്ണം ആഭിചാരകന്മാരെ, ശകുനവാദികളെയും ഷണ്ഡന്മാരെ എല്ലാവരെയും വിളിച്ചു. ആർക്കും പറയാൻ കഴിഞ്ഞില്ല. അവസാനം ദാനിയേല് സ്വപ്നവും അർത്ഥവും വിവരിക്കുകയും അങ്ങനെ വിവരിച്ചതിന് ശേഷം ദാനിയേലിന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നും പിന്നീട് ദാനിയേലിനെ മഹാനാക്കി എന്നൊക്കെ വായിക്കുന്നുണ്ട്. അതിനിടയിൽ അതിൽ നിന്ന് ആ നെബൂഖദ്നേസർ ദാനിയേലിനോട് പറയുന്ന ഒരു വാചകം അടർത്തിയെടുത്തതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദേവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. ഒരു മഹാചക്രവർത്തി, ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ മഹാനായ ഒരു ചക്രവർത്തി ഒരു സാധാരണ മനുഷ്യനോട് പറയുന്ന ഒരു വാക്കാണ് ഈ കേട്ടത്. കുഞ്ഞെ, ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം പ്രത്യേകതയുള്ള അടിമത്വത്തിലാണ്. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് അടിമത്വം ഉണ്ടോ? ഉണ്ട്, അടിമത്വത്തിലാണ്. ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട് കൊണ്ടുപോകുന്നതാണ്. അവിടെ അപ്പനും അമ്മയും ആരാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവരോടുള്ള ബന്ധമെല്ലാം തീർന്നുപോയി. രാജകൊട്ടാരത്തിൽ പിടിക്കപ്പെട്ട് കൊണ്ടുവന്നു. കാണാൻ കൊള്ളാവുന്നതുകൊണ്ട്, മിടുക്കനായതുകൊണ്ട് രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ പിതാക്കന്മാർ ചെയ്ത് തെറ്റുകൊണ്ട് അടിമത്വത്തിലേക്ക് പോയി. അടിമത്വത്തിൽ കിടന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് താമസിച്ചു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുന്ന ഈ ദാനിയേലിനോട് ചക്രവർത്തിയായ നെബൂഖദ്നേസർ പറഞ്ഞ വാക്കായത്. അപ്പൊ ഈ ചക്രവർത്തിക്ക് ദാനിയേലിനോട് പറയാൻ ഇത്രയും ഒരു റെസ്പെക്റ്റോടെ, ബഹുമാനത്തോടെ, അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് ദാനിയേലിനെ സാഷ്ടാംഗം വീണു, ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ദാനിയേലിനെ മഹാനാക്കി എന്നൊക്കെ എഴുതുന്നുണ്ട്, എന്നൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ഇത്ര റെസ്പെക്റ്റോടെ ദാനിയേലിനെ കുറിച്ചല്ല, ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച് പറയണമെങ്കിൽ ദാനിയേലിന് ഒരേ ഒരു പ്രത്യേകതയുള്ളൂ. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ യോഗ്യതയില്ല, അർഹതയില്ല, ശക്തനല്ല. പിന്നെ എന്തുകൊണ്ട്? ശക്തനാക്കുന്നവൻ എനിക്ക് വലിയവ ചെയ്തു. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ യോഗ്യനാക്കി, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ അർഹനാക്കി, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ അർഹതയുള്ളവനാക്കി. അതാർത്ഥം. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. അതാ സത്യം. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്ന് നിന്നോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം, പരമാർത്ഥം. ഇന്ന് ചിന്തിച്ചേ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്നവനാണോ? രാജാവ് നിന്റെ മുമ്പിൽ മുട്ടുകൂട്ടും, അധികാരം നിന്റെ മുന്നിൽ വന്നിരിക്കും. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ ബഹാലാക്കപ്പെടും. നീ പ്രാർത്ഥിക്കുന്നവനാണ്. അത് മാത്രമാണ് അതിന്റെ പ്രത്യേകത. ഒന്ന് ചിന്തിച്ചേ,
നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട്. ദാനിയേലിനോട് പറയുന്ന വാക്കാ, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട്. അത് ദാനിയേലിനെ കുറിച്ച് പറയുന്നത്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട്. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ദൈവം. നീ എന്നല്ല പറയുന്നേ, നിങ്ങളുടെ ദൈവം, നിന്റെ ദൈവം. അടുത്ത് നോക്കി, ദേവാദി ദൈവവും. നിന്റെ ദൈവം. അതാ ബേൽസസർ എന്ന് പറയുന്നത്, നിന്റെ ദൈവം നിന്നെ വിളിച്ചോന്നാ ചോദിക്കുന്നേ. സോറി, ദാര്യാവേശം എന്ന് ചോദിക്കുന്നു. അങ്ങനെയാ ബേൽസസർ ചോദിക്കുന്നത്, നിനക്ക് സ്വപ്നം വിവരിക്കാൻ പറ്റുമോ? അതാ നിങ്ങളുടെ ദൈവം. ദാനിയേലിന്റെ എന്ത് പറഞ്ഞാ, ദാനിയേലിന്റെ ദൈവം. ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നീ ചിന്തിച്ചോ, നിന്റെ ദൈവം ആരാ പറയുന്നതെന്നറിയാമോ? ഒരു രാജ്യത്തെ ചക്രവർത്തി അവരുടെ പ്രാർത്ഥിക്കുന്ന ദൈവം. ഇതിലെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, നിന്റെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയും. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ ദൈവം ദൈവാദി ദൈവവും. അത് നെബൂഖദ്നേസറിന്റെ കാഴ്ചപ്പാടിൽ എല്ലാ ദൈവങ്ങൾക്കും മീതെയുള്ള ദൈവം. അതാ ദേവാദി ദൈവവും. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, രാജാദി കർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരുടെയും മേളിൽ കർത്തൃത്വം നടത്തുന്ന ഒരു രാജാവാണ്. അതാ നിന്റെ ദൈവത്തിന്റെ പ്രത്യേകത. നിന്റെ ദൈവം രാജാദി രാജാവും ദേവാദി ദൈവവും രാജാദി കർത്താവും. അടുത്തത് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു എന്ന് ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ പറയുന്ന വാക്കാ. എന്നിട്ട് ആ രാജ്യത്തെ മഹാനാക്കി തീർത്തു. ദാനിയേലിനെ രാജ്യത്തെ മഹാനാക്കി, ദാനിയേലിനെ അധികാരം കൽപ്പിച്ചു കൊടുത്തു. കുഞ്ഞെ, പ്രാർത്ഥിക്കുന്ന ദൈവവേദിയിലാണോ നീ? അല്പം വേദനയിലൊക്കെ നീ കടന്നുപോയെന്ന് വന്നേക്കാം. ഈ രാജകൊട്ടാരത്തിലേക്ക് വരുമ്പം അവിടുത്തെ ശാഖപദാർത്ഥമൊക്കെ കൊടുത്ത് അടിമത്വത്തില് അവിടുത്തെ ഫുഡൊക്കെ കൊടുത്ത് രാജാവ് കഴിക്കുന്ന ഭോജനമൊക്കെ കൊടുക്കുമ്പം ദാനിയേലും കൂട്ടിനും പറഞ്ഞ്, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ശാഖപദാർത്ഥം മതി, ബുദ്ധിമുട്ടിലൊക്കെയാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നിയോഗം ദൈവം കൊടുക്കുന്നുണ്ട്. കുഞ്ഞെ, നീ വേദനയിൽ അകപ്പെടുമ്പോ പ്രാർത്ഥിക്കുന്ന ദൈവവേദിയിലാണോ? ദൈവത്തിന്റെ വാക്തത്വം നിനക്കുണ്ടോ? നിനക്ക് വേണ്ടി ദൈവം ഒരു നിയോഗം ശേഷിച്ചിട്ടുണ്ട്. നിനക്കുള്ള നിയോഗം നിന്നിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കും. നിന്റെ സ്വപ്നം നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിന്റെ ദർശനം നിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. കുഞ്ഞെ, ഒന്നും മതി, പ്രാർത്ഥിക്കുന്നവനായാ മതി. ദൈവത്തോട് അഭേദ്യമായി ആഴത്തിൽ ബന്ധമുള്ളവനായാ മതി. ദൈവത്തോടുള്ള ബന്ധമുള്ളവനായാ മതി. ദൈവത്തോട് ബന്ധമുണ്ടോ? നീ തകർന്നു പോകുകയില്ല. ദൈവത്തോട് ബന്ധമുണ്ടോ? നീ നശിച്ചു പോകുകയില്ല. ദൈവത്തോട് ബന്ധമുണ്ടോ? ഇന്നത്തെ ഈ തല താഴ്ന്നിരിക്കുന്ന നിന്റെ അവസ്ഥയെ ദൈവം മാറ്റും. ദൈവം മാറ്റിയതിന് രൂപാന്തരം വരുത്തും. ദൈവം നിന്റെ തല ഉയർത്തും. ദൈവം അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. ഇത് മാത്രമല്ല, നിത്യത വരെ എത്തിക്കും. ദാനിയേലിനെ കുറിച്ച് അവസാനം രാജാവ് സാക്ഷ്യം പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബേൽസസർ സാക്ഷ്യം പറയും. പിന്നെ ദാരിയാവേശ് സാക്ഷ്യം പറയുന്നു. ഈ രാജാക്കന്മാർ എൻ്റെ പേര് സാക്ഷ്യം പറയുന്നു. കൂടാതെ ഏറ്റവും അവസാന അധ്യായത്തിലൊരു സാക്ഷ്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീയോ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ മടങ്ങി വരും. അത് ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയാണ് ദാനിയേൽ. ഈ വചനം കേൾക്കുമ്പോ മാനുഷിക സാക്ഷ്യങ്ങൾ ഇന്ന് പറഞ്ഞ് നാളെ മാറിപ്പോകും. രാജാക്കന്മാർ സാക്ഷ്യം പറയും. പക്ഷെ കുഞ്ഞെ, ദൈവം നിന്നെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞ് അത് മാറത്തില്ല. അത് ദൈവഭക്തന്റെ പ്രത്യേകതയാ. ഭക്തനായ ദാനിയേലിന്റെ പ്രത്യേകതയാ. നീയോ ദാനിയേലേ, പോയി വിശ്രമിക്ക്, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ മടങ്ങി വരും. മറ്റൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നീതിയിലേക്ക് നയിച്ചവർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെ. പലരെയും നീതിയിലേക്ക് കൊണ്ടുവരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന്. ഇന്ന് ആ വചനം നിന്റെ ജീവിതത്തിനകത്തേക്ക് കയറട്ടെ. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന പലരെയും നീതിയിലേക്ക് നയിച്ചവർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയായി തീരുവാൻ ആ സാക്ഷ്യം കർത്താവിൽ നിന്ന് പ്രാപിക്കട്ടെ. നിത്യതയിലെത്തുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, രാജാക്കന്മാരുടെ സാക്ഷ്യം ദാനിയേലിന് കിട്ടിയതുപോലെ അതിനപ്പുറത്ത് ദൈവത്തിന്റെ സാക്ഷ്യം അതുപോലെ ജീവിക്കുവാൻ കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ പ്രതിസന്ധി ദൈവത്തിന്റെ നിയോഗമാണെന്നും അതിനുശേഷം ദൈവം വെച്ചിരിക്കുന്ന വാക്തത്വത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഏറ്റവും വലിയ വാക്തത്വമായ നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ ഓഹരി പ്രാപിക്കാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ ആ വാക്കുപോലെയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമോഹത്തോടും നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയിൽ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.